ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. എഫേസുസാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനം: വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കപ്പെടണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള, വീണ്ടും പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 15: ക്രിസ്തുവിൽ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തെ പൂജിക്കുവിൻ. ഹൃദയത്തിൽ യേശുവിനെ പൂജിക്കുക, ഹൃദയത്തിൽ യേശു വസിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കുക. ഇതാണ് ഓരോ ക്രിസ്തു വിശ്വാസിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, 2009 ബറോഡയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനായ ഒരു ഡോക്ടറിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുകയാണ്. സൈലേഷ് മേത്ത എന്ന ഡോക്ടറിൻ്റെ അടുക്കിലേക്ക് ഈ അമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നത്, ഇവന് മാരകമായ ഒരു രോഗമുണ്ട്, ഹൃദയ സംബന്ധമായ രോഗമാണ്. കാരണം ഇവൻ്റെ രക്തം കട്ട പിടിക്കുന്നു. അധിക നാൾ അവന് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റുകയില്ല. ഏറിയാൽ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ഓപ്പറേഷൻ ചെയ്താൽ തന്നെ ഒരുപക്ഷെ 30% മാത്രമേ അതിൽ ഇവൻ സൗഖ്യം പ്രാപിക്കൂ എന്നുള്ള മെഡിക്കൽ സയൻസിൻ്റെ നിഗമനം. ഈ നൊമ്പരവുമായിട്ടാണ് ഈ ഡോക്ടറിൻ്റെ അടുക്കലേക്ക് ഈ അമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നത്. വളരെ പ്രശസ്തനായ ഡോക്ടർ, അദ്ദേഹം എന്തായാലും ഒരു പരീക്ഷണം പോലെ ഈ ദൗത്യം ഏറ്റെടുത്തു. ഓപ്പറേഷനായിട്ട് ദിവസം ഫിക്സ് ചെയ്തു. ഓപ്പറേഷന് മുമ്പൊക്കെ ഓപ്പറേഷനായിട്ട് ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഇടയ്ക്ക് അവൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണ്. കാരണം അവൻ്റെ അമ്മ ചെറുപ്രായത്തിൽ തന്നെ അവനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഹൃദയത്തിൽ ഈശോയുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ സംസാരവും പെരുമാറ്റവുമെല്ലാം ഹൃദയത്തിൽ ഈശോയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി എല്ലാവരോടും സ്നേഹത്തോടും ക്ഷമയോടും വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഈ കുഞ്ഞ് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഇടപെടുന്നതുമൊക്കെ. ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇവനെ കൊണ്ടുപോകുമ്പോൾ ഇവൻ ഈ ഡോക്ടർ സൈലേഷ് മേത്തയോട് ഇങ്ങനെ സ്നേഹത്തോടെ പറയുകയാണ്, ഡോക്ടറിൻ്റെ ഹൃദയം തുറന്ന് എന്നെ ഈ ശസ്ത്രക്രിയ നടത്തുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഈശോയുണ്ട്. ആ ഈശോയ്ക്ക് ഒന്നും മുറിവേൽക്കാതെ സൂക്ഷിക്കണം. എൻ്റെ ഹൃദയത്തിൽ ഈശോയുണ്ടെന്ന് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ഈശോയെ ഡോക്ടർ കാണുകയാണെങ്കിൽ ഓപ്പറേഷൻ കഴിയുമ്പോൾ എന്നോട് പറയണം ഈശോ എങ്ങനെ ഇരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഈ കൊച്ചു കുഞ്ഞിൻ്റെ ആ ഒരു ഹൃദയവിശുദ്ധിയുള്ള ഈ സംസാരം ഡോക്ടർ സ്നേഹത്തോടെ ഉൾക്കൊണ്ടുവെങ്കിലും അദ്ദേഹത്തിന് വലിയ വിശ്വാസമൊന്നുമില്ല. ക്രിസ്തുവിൽ വിശ്വാസവും അങ്ങനെ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നു അതൊന്നും അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് നിരക്കാത്തതാണ്. പ്രിയമുള്ളവരെ, ഓപ്പറേഷന് സമയമായി. ഓപ്പറേഷൻ തുടങ്ങി ഇവൻ്റെ ഹൃദയം മുറിച്ച് ആ ഹൃദയ ശസ്ത്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവൻ്റെ BP-യും അതുപോലെ തന്നെ ഇവൻ്റെ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ താഴാനായിട്ട് തുടങ്ങി. രക്തോട്ടം നിലയ്ക്കുന്ന അവസ്ഥയായി. അവസാനം രക്തം കട്ട പിടിച്ച് രക്തം നിലയ്ക്കുന്ന ഒരവസ്ഥയിൽ, ഒരു ചലനവുമില്ലാത്തൊരവസ്ഥയിൽ ഈ കുഞ്ഞ് എത്തിച്ചേരുകയാണ്. വളരെ വിദഗ്ധനായ ഡോക്ടർ വല്ലാത്തൊരു സംഘർഷത്തിലായി. പെട്ടെന്ന് ഈ ഡോക്ടർ ഈ കുഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലെത്തി. ഈ ഒരു വലിയൊരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ആദ്യം ഡോക്ടർ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. തൻ്റെ മുറിയിലേക്ക് എത്തിച്ചേർന്നിട്ട് ഈ കുഞ്ഞ് ഓപ്പറേഷന് വിധേയമാകുന്നതിന് മുമ്പ് സ്ട്രെച്ചറിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടി പറഞ്ഞ വാക്കുകൾ ഡോക്ടറിൻ്റെ കാതുകളിലേക്ക് മുഴങ്ങി. എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈശോ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഡോക്ടർ ഹൃദയ ശസ്ത്രക്രിയ നടത്തുമ്പോൾ എൻ്റെ ഈശോയ്ക്കൊന്നും പറ്റാതെ നോക്കണം. ഓപ്പറേഷൻ കഴിയുമ്പോൾ എൻ്റെ ഈശോയെ കണ്ടു എങ്കിൽ ഡോക്ടർ എന്നോട് പറയണം. പ്രിയമുള്ളവരെ, ഈ കൊച്ചിൻ്റെ ഈ സംസാരം ഡോക്ടറിൻ്റെ കാതുകളിൽ മുഴങ്ങാൻ തുടങ്ങി. വിശ്വാസമില്ലാതിരുന്നിട്ട് കൂടി ഈ നിർണായകമായ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഡോക്ടർ അറിയാതെ ഹൃദയത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയി, ദൈവമേ, ക്രിസ്തു ഹൃദയത്തിലുണ്ടോ ഇല്ലയോ എന്ന്
എനിക്കറിയില്ല. എന്നാൽ ഈ കുഞ്ഞിൻ്റെ വിശ്വാസമനുസരിച്ച്, ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ വിശ്വാസമനുസരിച്ച് ഈ നിർണായക നിമിഷത്തിൽ നീ ഇടപെടണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മറ്റ് ഡോക്ടർമാരും നഴ്സുമാരും പെട്ടെന്ന് മുറിയിലേക്ക് പോയ ഈ ഡോക്ടറിൻ്റെ സൈലേഷ് മേത്തയുടെ അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു, ബ്ലഡ് സർക്കുലേഷൻ ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്, കുട്ടിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു, പ്രഷറിൻ്റെ വേരിയേഷന് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തി. പ്രിയമുള്ളവരെ, ആ ഓപ്പറേഷൻ വളരെ മനോഹരമായിട്ട് ദൈവകൃപയാൽ അത് പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ഇടയായി. സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഈ കുഞ്ഞ് ഈ ഡോക്ടറോട് ഇപ്രകാരം ചോദിച്ചു, ഡോക്ടർ, എൻ്റെ ഹൃദയത്തിലെ ഈശോയെ കണ്ടോ എന്ന്. ഡോക്ടറിന് മറുപടി കൊടുക്കുവാനായിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഞാൻ നിൻ്റെ ഈശോയെ കണ്ടില്ല, ഈശോയെ അനുഭവിച്ചു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ട്. അവൻ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ സഹനത്തിൻ്റെ, വേദനയുടെ, നൊമ്പരങ്ങളുടെയൊക്കെ നിമിഷങ്ങളിൽ അവൻ നമ്മുടെ അരികിലുണ്ടെന്ന് തിരിച്ചറിയുവാൻ തക്കവിധം നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാനായിട്ട് സാധിക്കണം. പലതരത്തിലുള്ള ഹൃദയങ്ങൾ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. ഈ ദിനത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്ന ഒരു ഹൃദയമായിട്ട് മാറണമെങ്കിൽ ഹൃദയം വിശുദ്ധമായിരിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയം വിശുദ്ധമല്ല. നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം മാലിന്യങ്ങളാണ്. വ്യത്യസ്തങ്ങളായ ഹൃദയങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാനായിട്ടൊന്ന് ശ്രമിക്കാം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ഹൃദയങ്ങളുണ്ടെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഒന്നാമത് ദുശ്ചിന്ത നിറഞ്ഞ ഹൃദയം. ഹൃദയത്തിൽ എപ്പോഴും ദുശ്ചിന്ത നിറഞ്ഞ ഒരു ഹൃദയമാണെങ്കിൽ അവിടെ ക്രിസ്തു വസിക്കാനായിട്ട് ഇടയില്ല. ഈ കൊച്ചു കുഞ്ഞ്, അവൻ്റെ നിഷ്കളങ്കതയും സ്നേഹവുമാണ് ക്രിസ്തു ആ ഹൃദയത്തിൽ വസിക്കാൻ ഇടയായതും. വിശ്വാസമില്ലാതിരുന്ന ഡോക്ടർ പോലും ക്രിസ്തുവിനെ ഞാൻ അനുഭവിച്ചു എന്ന് പറയാൻ തക്ക വിധം ഹൃദയത്തിലെ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായിട്ടിടയായത്. ദുശ്ചിന്ത നിറഞ്ഞ ഹൃദയത്തിൽ ഒരിക്കലും ക്രിസ്തു സാന്നിധ്യം നമുക്കും മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായം 14-ാം തിരുവചനം, ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം 9 പറയുക, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ നിന്നാണ്. കാരണം ദുശ്ചിന്ത, ഈശോ തന്നെ പറയുന്നുണ്ട്, കാരണം ഒരുവൻ അശുദ്ധനാകുന്നത് പോലും ഹൃദയത്തിലെ ദുശ്ചിന്തകളും മറ്റുള്ളതുമാണ്. ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുത്താൽ ഈശോ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടെ ഓരോ ശ്വാസത്തിലും നിൻ്റെ പ്രവർത്തനങ്ങളെ നീ ക്രമപ്പെടുത്തിയാൽ നിൻ്റെ ഹൃദയത്തിലെ ദുശ്ചിന്ത വിട്ടുപോകും. ഹൃദയം വിശുദ്ധമായിട്ട് മാറും. മറ്റൊരു ഹൃദയമെന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ ഹൃദയമെന്നാണ്. സങ്കീർത്തനം 101-ാം സങ്കീർത്തനം 5-ാം വാക്യം, അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ഹോസിയായുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 6, എന്നാൽ അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം അഹങ്കരിക്കുകയും അവർ എന്നെ വിസ്മരിക്കുകയും ചെയ്തു. അഹങ്കാരത്തിൻ്റെ ഹൃദയമുണ്ട്. ദൈവം തരുന്ന നന്മകളെ എളിമയോടെ ഉൾക്കൊണ്ടുകൊണ്ട്, വിനയത്തോടെ എളിമയോടെ ജീവിക്കാതെ അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതങ്ങളെ കാണാം. അവരുടെയൊക്കെ ഹൃദയത്തിൽ വസിക്കുന്ന അഹങ്കാരത്തിൻ്റെ ദുർഭൂതമാണ്, ക്രിസ്തുവല്ല. എളിമയും വിനയവുമുള്ള ക്രിസ്തു വസിക്കുന്ന ഹൃദയത്തിൽ ഒരിക്കലും അഹങ്കാരം കാണാൻ സാധിക്കുകയില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 12, ഗർവം, അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, വിനയം ബഹുമതിയുടെയും. അഹങ്കാരം നിറഞ്ഞ ഹൃദയത്തിൽ ആനന്ദവും ആഹ്ലാദവും പൊയ്മറയുമെന്നാണ് പറയുന്നത്. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവും ഇല്ലെങ്കിൽ നീ തിരിച്ചറിയണം, നിൻ്റെ ഹൃദയം അഹങ്കാരത്തിൻ്റെ ഹൃദയമായതുകൊണ്ടാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായം 29 പറയാം, മൊവാബിൻ്റെ അഹംഭാവം, മൊഹാബിൻ്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തൊരു അഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗർവ്. തുടർന്ന് തിരുവചനം 48-ാം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 33-ലെത്തുമ്പോൾ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുക, ഫലസമൃദ്ധമായ മൊവാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറഞ്ഞു. ഒരു കാലത്ത് മൊവാബിൽ വളരെ ഫലസമൃദ്ധമുണ്ടായിരുന്നു, അവരുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹമായിരുന്നു. പക്ഷെ അഹങ്കാരം വന്നു കഴിഞ്ഞപ്പോൾ ആ മൊവാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറഞ്ഞു. മുന്തിരിച്ചക്കിൽ നിന്ന് വീഞ്ഞൊഴുകുന്നില്ല, ആർപ്പുവിളികളോടെ ആരും ചക്ക് ചവിട്ടുന്നില്ല, ആർത്തനാദമാണ് ഉയരുന്നത്. ദുഃഖത്തിൻ്റെ നാദമാണ് ആ മൊവാബിൻ്റെ അവിടെ നിന്ന് ഉയരുന്നതെന്ന് പറയുമ്പോൾ അതിന് കാരണം ആ ഹൃദയത്തിൻ്റെ അഹങ്കാരമാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വരുമ്പോൾ ആനന്ദം നഷ്ടപ്പെടും, ആഹ്ലാദം നഷ്ടപ്പെടും, ദുഃഖമായിരിക്കും. അഹങ്കാരികളുടെയൊക്കെ ജീവിതത്തിലാണ് വീഴ്ചകളും ഇടർച്ചകളും ഒക്കെ കൂടുതലുണ്ടാകുന്നത്. എത്രമാത്രം കഴിവുണ്ടെങ്കിലും എത്രമാത്രം ഉന്നതിയിൽ നമ്മൾ ഉയർന്നാലും ഹൃദയത്തിൽ ഒരു എളിമ നമ്മൾ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആനന്ദവും ആഹ്ലാദവും നഷ്ടപ്പെട്ട് നമ്മൾ ദുഃഖിതരായിട്ട് മാറും. മറ്റൊരു ഹൃദയമെന്ന് പറയുന്നത് തന്നിഷ്ടമുള്ള ഒരു ഹൃദയമാണ്. വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 14. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മകൾക്ക് കളമൊരുക്കുന്നു. തന്നിഷ്ടമുള്ള ഹൃദയം. കാരണം ഒന്നിനോടും ഒരു ചേർച്ച ഒന്ന് വിധേയപ്പെടാൻ എളിമപ്പെടാനായിട്ട് പറ്റൂല. എല്ലാവരോടും അവൻ കയർക്കും, അനൈക്യം വിതച്ചുകൊണ്ടിരിക്കും. തന്നിഷ്ടമുള്ള ഹൃദയമാണ് യഥാർത്ഥത്തിൽ അനൈക്യം വിതയ്ക്കുന്നത്. ഐക്യത്തിന് പകരം അവൻ എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം സ്വന്തം ഇഷ്ടം, സ്വാർത്ഥത. തന്നിഷ്ടമുള്ള ഒരു ഹൃദയമാണെങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ അറിയാൻ പറ്റില്ല. കാരണം നിൻ്റെ വഴികളാണ്, നിനക്കെപ്പോഴും നിൻ്റെ വഴിയിലൂടെ നീ പോവും. ദൈവത്തിൻ്റെ വഴി ഇതാണെന്ന് അറിഞ്ഞാലും നിൻ്റെ തന്നിഷ്ടമുള്ള ഹൃദയമാണെങ്കിൽ ദൈവത്തിൻ്റെ വഴിയെ ചരിക്കാൻ നിനക്ക് മനസ്സ് കാണില്ല. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 10 അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു, എൻ്റെ വഴികൾ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ തന്നിഷ്ടമുള്ള ഒരു ഹൃദയമാണെങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയുവാൻ നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ടുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. 3-ാമത്തെ ഹൃദയം എന്ന് പറയുന്നത് ലൗകികമായ ഹൃദയം. എപ്പോഴും ലൗകികമായ കാര്യങ്ങളെ അവൻ സംസാരിക്കൂ. ഈ ലോകത്തിലെ സമ്പത്ത്, ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ, ഈ ലോകത്തിൽ ലഭിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിൽ കെട്ടിപ്പൊക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ, എപ്പോഴും ലൗകികത മാത്രമേ അവന് ചിന്ത കാണുകയുള്ളൂ. ഈ ലോകം വിട്ട് പോകേണ്ടവനാണ്. മരണാനന്തര ഒരു ജീവിതമുണ്ട്, സ്വർഗീയ ഭവനമുണ്ട്. ഇതൊന്നും അവൻ്റെ ചിന്തകളിലോ അവൻ്റെ ഹൃദയത്തിലോ ഒന്നും കാണില്ല. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 18 ഒരു ശിമയോൻ എന്ന് പറഞ്ഞ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം അവൻ്റെ ഹൃദയം ലൗകികമായ ഹൃദയമായിരുന്നു. സമ്പത്ത് കൊണ്ട് എന്തും നേടാൻ പറ്റും. ദൈവത്തെ പോലും സമ്പത്ത് കൊണ്ട് വിലയ്ക്ക് വാങ്ങാമെന്ന് വിചാരിക്കുന്ന മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയാണ് ലൗകിക ഹൃദയമുള്ളവർ. അപ്പോൾ ആ ഒരു ശിമയോൻ എന്ന് പറഞ്ഞ മനുഷ്യനെ വചനം പരിചയപ്പെടുത്തുകയാണ്. അപ്പോസ്തലന്മാരുടെ കൈവപ്പിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും കണ്ടപ്പോൾ ഈ ശിമയോൻ്റെ മനസ്സിലൊരു ദുഷ്ചിന്ത. അവൻ പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനം 8:18, അപ്പോൾ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. പ്രിയമുള്ളവരെ, പത്രോസ് ശക്തമായ രീതിയിൽ ആ ശിമയോനെ താക്കീത് കൊടുക്കുക. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. ലൗകിക ചിന്തകളും പണം കൊണ്ട് നേടാമെന്ന് പറയുമ്പോൾ ഹൃദയം ശുദ്ധമല്ലാതായിത്തീരും. ശുദ്ധമല്ലാത്ത ഹൃദയത്തിലാണ് ലൗകികത മാത്രം നിലനിൽക്കുന്നത്. ദൈവത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നും അവരുടെ ഉള്ളിൽ കാണില്ല. അവരെപ്പോഴും ലൗകികമായിട്ട് സംസാരിക്കും. പണം എങ്ങനെ ഉണ്ടാക്കാം, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ എങ്ങനെ വെട്ടിപ്പിടിക്കാം, ഈ ലോകത്തിൽ തീരുന്ന കാര്യങ്ങൾ മാത്രം ഹൃദയത്തിൽ വച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അവരുടെ ആ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനോ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കണ്ടുമുട്ടാനോ സാധിക്കുകയില്ല. 4-ാമത്തെ ഹൃദയം എന്ന് പറയുന്നത് വിദ്വേഷമുള്ള ഹൃദയം. എപ്പോഴും വിദ്വേഷമായിരിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 2, അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അധരങ്ങൾ ഏഷണി പറയുകയും ചെയ്യുന്നു. കാരണം ദുഷ്ടതയാണ്. എപ്പോഴും വിദ്വേഷമുള്ള ഒരു ഹൃദയം എപ്പോഴും കാരണം അക്രമം ചിന്തിക്കും. വിദ്വേഷം വെച്ചുകൊണ്ടാണ് നമ്മൾ അക്രമം ഭരിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് ഏഷണി പറഞ്ഞ് മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറവുകൾ എപ്പോഴും അധരങ്ങളിലൂടെ ഏഷണി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ നീ ഓർത്തുകൊള്ളണം, നിൻ്റെ ഹൃദയം വിദ്വേഷമുള്ള ഒരു ഹൃദയമാണ്. വിദ്വേഷമുള്ള ഹൃദയമാണ് എപ്പോഴും ഏഷണിയും കുറ്റപ്പെടുത്തലുകളും അക്രമവും ചിന്തിക്കുന്നത്. 5-ാമത് കഠിനമായൊരു ഹൃദയം. വചനം പഠിപ്പിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 4, അവർ മർക്കടമുഷ്ടിയുള്ളവരും കഠിന ഹൃദയരുമാണ്. അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. എസെക്കിയേൽ പ്രവാചകനെ ദൈവം ആ ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കുമ്പോൾ ആ ജനത്തെക്കുറിച്ച് എസെക്കിയേലിനോട് പരിചയപ്പെടുത്തുന്ന ഇതാണ്. അവർ കഠിന ഹൃദയമുള്ളവരാണ്. അതുകൊണ്ട് നീ അവരോട് സംസാരിക്കണം. കാരണം കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. വീണ്ടും തുടർന്ന് എസെക്കിയേലിനോട് പറയുകയാണ് 2-ാം അധ്യായം 5, അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിക്കും. കേൾക്കാൻ വിസമ്മതിക്കും. കാരണം ചില കഠിന ഹൃദയങ്ങളുണ്ട്. അവരെന്ത് കേട്ടാലും അതിനോട് ഒരു തുറവി കാണുകയില്ല.
അവരുടേതായിട്ടുള്ള അഹങ്കാരത്തിൽ തന്നെ നിൽക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-7, എന്നാൽ ഇസ്രായേൽ ഭവനമേ, നിന്റെ വാക്ക് കേൾക്കുകയില്ല, അവർ കഠിന ഹൃദയമുള്ളവരാണ്. ഈ ഫരിസേയരെക്കുറിച്ചും നിയമജ്ഞരെക്കുറിച്ചുമൊക്കെ ഈശോ പരിചയപ്പെടുത്തുന്നതും കഠിന ഹൃദയരാണ്. അതുകൊണ്ടാണ് അവർക്ക് രക്ഷകനെ ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ സ്വീകരിക്കാൻ പറ്റാതെ. കഠിന ഹൃദയമാണ്. ഈ കഠിന ഹൃദയം ഉള്ളത് കൊണ്ട് അവരെപ്പോഴും ഈശോയെ പരീക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുമായിരുന്നു. മാർക്കൂസിൻ്റെ സുവിശേഷത്തിൽ 10-5 ഈ ഫരിസേയരും അതുപോലെ തന്നെ മറ്റുള്ളവരും വന്നിട്ട്, ഫരിസേയരും ആ ജനവും ഈശോയുടെ അടുക്കൽ വന്നിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ചോദിക്കുക. അവരുടെ ഹൃദയകാഠിന്യോ. കാരണം ദൈവികമായ നിയമങ്ങളെപ്പോലും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനുമുള്ള മനസ്സില്ലാതെ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളണം, നിന്റെ ഹൃദയം കഠിന ഹൃദയമാണ്. മാർക്കൂസിൻ്റെ സുവിശേഷം 10-5 യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് വിവാഹമോചനം നടത്താമെന്ന് മോശ പറഞ്ഞത്, മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത്. മാർക്കൂസിൻ്റെ സുവിശേഷം 16-14 വീണ്ടും ഈശോ പറയുകയാണ്, പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ട് വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. ഹൃദയം കഠിനമാണെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ദൈവം തന്നെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും അത് ദൈവമാണെന്ന് ഉൾക്കൊള്ളണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഹൃദയം ലളിതമായിരിക്കണം, മാർദ്ദവമുള്ള ഹൃദയമായിരിക്കണം. കല്ലുപോലുള്ള ഹൃദയമാണെങ്കിൽ ചിലരൊക്കെ പറയില്ല, ഈ മനുഷ്യൻ്റെ ഹൃദയം ഒരു കല്ലാണ്, എന്ത് നടന്നാലും ഒരു കുലുക്കമില്ല, ഒരു അനുകമ്പയില്ല, ഒരു അലിവില്ല, ഒരു സ്നേഹമില്ല. അപ്പോൾ നിൻ്റെ ഉള്ളിൽ അലിവും സ്നേഹവും കരുണയും ഉണ്ടെങ്കിൽ ദൈവം നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിനക്ക് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും. അതല്ലാതെ അലിവും ക്ഷമയും സ്നേഹവും ഇല്ലാത്ത കല്ലുപോലുള്ള ഹൃദയമാണെങ്കിൽ ദൈവം പോലും നിൻ്റെ മുമ്പിൽ വന്നു നിന്നാൽ നിനക്ക് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റൂല. യേശുവിൻ്റെ ആ ഉയർപ്പിൻ്റെ മുമ്പിൽ ഉദ്ധിതനായി ഈശോ കടന്നു വന്നിട്ടും ഹൃദയകാഠിന്യം, അവരുടെ മാത്സര്യവും അവരുടെ അഹങ്കാരവും നിറഞ്ഞൊരു ഹൃദയമായപ്പോൾ അവർക്ക് പെട്ടെന്ന് ഈശോയെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. പ്രിയമുള്ളവരെ, മറ്റൊരു ഹൃദയം ആ വചനം പഠിപ്പിക്കുക, തിന്മയെ സ്നേഹിക്കുന്ന ഹൃദയം. അതായത് ജഡിക പാപങ്ങളിൽ സുഖം കാണുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ തിരിച്ചറിയണം, അവൻ്റെ ഹൃദയം തിന്മയെ സ്നേഹിക്കുന്ന ഹൃദയമാണ്. സുഭാഷിതങ്ങൾ 7:10, കുടില ഹൃദയയായ അവൾ വേശ്യയെപ്പോലെ ഉടുത്തുരുങ്ങി അവനെതിരെ വന്നു. അപ്പോൾ മറ്റുള്ളവരെ പാപത്തിൽ വീഴ്ത്താൻ അണിഞ്ഞൊരുങ്ങി, അല്ലെങ്കിൽ മറ്റുള്ളവരെ തിന്മകളിലേക്ക് ചെയ്യാൻ, ജഡിക പാപങ്ങളിൽ ജഡിക സുഖങ്ങളിൽ വ്യക്തികളെ ആകർഷിക്കുവാനും ആ പാപങ്ങളിൽ മുഴുകുവാനും ഒരു വ്യക്തി ഇടയാകുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആദ്യം തിരിച്ചറിയണം, എൻ്റെ ഹൃദയം തിന്മയെ സ്നേഹിക്കുന്ന ഹൃദയമായതുകൊണ്ടാണ് ഈ തിന്മകളിൽ ഞാൻ വീഴുന്നത്. അപ്പോൾ ആ ഹൃദയത്തെ മാറ്റാനായിട്ട് സാധിക്കണം. എപ്പോഴും മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്യുന്ന ഹൃദയമാണ് ഈ തിന്മയെ സ്നേഹിക്കുന്ന ഹൃദയം. മനുഷ്യനെ മാത്രമേ ആശ്രയിക്കൂ, ദൈവത്തിൽ ആശ്രയിക്കില്ല. മാനുഷികമായ കിട്ടേണ്ട ആ സൗകര്യങ്ങൾ കിട്ടാനോടും ശാരീരികമായ സുഖങ്ങൾ പിന്നാലെ പോകും. ആ ഹൃദയമുള്ള വ്യക്തി അത് തിന്മയെ സ്നേഹിക്കുന്ന ഹൃദയമുള്ള വ്യക്തി എന്നാണ് പറയുന്നത്. ജെറമിയ 17:5 കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. മറ്റൊരു ഹൃദയത്തെക്കുറിച്ച് വീണ്ടും വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. 7ാമത്തെ ഒരു ഹൃദയമുണ്ട്, അത്യാഗ്രഹത്തിൻ്റെ ഹൃദയം. കാരണം എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും, തൃപ്തിയില്ല, കിട്ടിയതിനെ മതിയെന്ന് പറയുകയില്ല ആ ഹൃദയം. കാരണം 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവൻ 10,000-നെ കുറിച്ച് ചിന്തിക്കും, അത് കിട്ടിക്കഴിഞ്ഞാൽ 1,00,000-ത്തെക്കുറിച്ച് ചിന്തിക്കും, 1,00,000 കിട്ടിക്കഴിഞ്ഞാൽ അത് കോടിയാക്കാനായിട്ട് നോക്കും. അങ്ങനെ തൃപ്തിയില്ലാത്ത ഒരു ഹൃദയം, എന്ത് കിട്ടിയാലും മതിയാവില്ല. ദൈവത്തിൽ നിന്ന് കിട്ടിയ ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കൾ, ആ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സുഖവും സന്തോഷവും അതുപോരാ. അവൻ അതെല്ലാം കളഞ്ഞ് വേറെ പുറത്തെങ്ങനെ കിട്ടും, പുറത്ത് ഇതെങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും, പുറമേ ഇതൊക്കെ കിട്ടുമെന്നുള്ള ചിന്തിച്ച് അത്യാഗ്രഹം നിറഞ്ഞൊരു ഹൃദയത്തിനുടമയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് അറിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് എപ്പോഴും അത്യാഗ്രഹമുള്ള മനോഭാവം എടുത്തു മാറ്റുക. അപ്പോസ്തല പ്രവർത്തനം 5:3 പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുവാനും പറമ്പിൻ്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കുവാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? പ്രിയമുള്ളവരെ, നാം ഓരോ ദിവസവും നിർമ്മലമായൊരു ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സങ്കീർത്തകൻ ദാവീദ് വളരെ മനോഹരമായിട്ട് 51-ാം സങ്കീർത്തനം 10-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ,
അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അചഞ്ചലമായ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിർമ്മലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി ജീവിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ആ കുട്ടിയുടെ ഒരു ജീവിതം, ആ കുട്ടിയുടെ ഉള്ളിൽ ഈശോ വസിക്കുന്നുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ ഈശോയുണ്ടെന്ന് ഈ അമ്മ കുഞ്ഞുനാളിലെ ഈ കുഞ്ഞിനോട് പഠിപ്പിച്ച് വളർത്തിയപ്പോൾ, ആ വിശ്വാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഹൃദയം നിർമ്മലമായിരുന്നു. പ്രശ്നമുണ്ടായപ്പോൾ, പ്രതിസന്ധി ഉണ്ടായപ്പോൾ, അവൻ്റെ ഉള്ളിലെ ഈശോയെക്കുറിച്ചുള്ള ചിന്തകൾ വന്നപ്പോൾ അവന് ഭയം തോന്നിയില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നു എന്ന് പറയുമ്പോഴും അവൻ സ്നേഹത്തോടെ ഡോക്ടറിനോട് പറഞ്ഞ എന്താണ്? ഡോക്ടറെ, എൻ്റെ ഹൃദയം മുറിക്കുമ്പോൾ ഈശോ ഉള്ളിലുണ്ട്, ഈശോയ്ക്ക് ഒന്നും പോറലേൽക്കാതെ സൂക്ഷിക്കണം. ഹൃദയ ശസ്ത്രക്രിയ കഴിയുമ്പോൾ എൻ്റെ ഈശോയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്നോട് പറയണമെന്ന് ഈ കൊച്ചുകുട്ടി പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നിർമ്മലമായൊരു ഹൃദയമുള്ളത് കൊണ്ടാണ് ആ കൊച്ചിന് അങ്ങനെ പറയാൻ സാധിച്ചത്. സങ്കീർത്തനം 73:10, ദൈവം ഇസ്രായേലിന് നല്ലവനാണ്, നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ. അപ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ നിർമ്മലമായൊരു ഹൃദയം ഉണ്ടാകണം. കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-5, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. ഈശോ തന്നെ പറയുന്നുണ്ട്. കാരണം ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ൽ നിക്കോദേമോസിനോട് ഈശോ പറയുന്നുണ്ട്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയില്ല. അപ്പോൾ ഹൃദയത്തിൻ്റെ മാറ്റം, മാനസാന്തരം, ഹൃദയത്തിൻ്റെ ഒരു രൂപാന്തരീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ വിചാരിച്ചു, കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, അദ്ദേഹം വിചാരിച്ചു ഈ ഹൃദയം ഒന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ഹൃദയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, വേറൊരു ഹൃദയം വെച്ച് കഴിഞ്ഞാൽ ഈ സ്വഭാവം എല്ലാം മാറും. പക്ഷേ ഹൃദയം മാറ്റി വെച്ചിട്ടും ഈ സ്വഭാവങ്ങളൊന്നും മാറിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ശാരീരികമായ രീതിയിലുള്ള ഒരു ഹൃദയമാറ്റമല്ല ദൈവം കാണുന്നത്. ദൈവം നമ്മുടെ പരിപൂർണമായ സമ്പൂർണമായ മാറ്റമാണ്. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ സഹകരണം കൂടെ വേണം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നില്ലേ, നിന്റെ സഹകരണം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ സഹകരണം കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഹൃദയ പരിവർത്തനം, ഹൃദയമാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തോട് നമ്മൾ സഹകരിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം. എഫേസൂസ് 36:26 വചനം പറയുക, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഹൃദയം നൽകും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, നിഷ്കളങ്കമായ ഒരു ഹൃദയം നിലനിർത്തി ആ ഹൃദയത്തിൽ നീ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടെ, വിശ്വാസത്തോടെ ജീവിക്കുവാനായിട്ടുള്ള കൃപ തരണമേ. ഞാൻ ആദ്യം ഈ തിരുവചനത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞ ആ സംഭവം നിങ്ങളുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. 2009 ബറോഡയിൽ നടന്ന ആ ഒരു കുട്ടിയുടെ ആ വിശ്വാസം, ഹൃദയ ശസ്ത്രക്രിയയുടെ അതിൻ്റെ സമയത്ത് ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈശോ കൊടുത്ത ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്. ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്കറിയാതെ നമ്മൾ ക്ഷമിച്ചു പോകും, സ്നേഹിച്ചു പോകും. കാരണം ഈ ക്രിസ്തുവിനെ നമ്മൾ ഗൗരവമായി എടുക്കണം. ഉള്ളിലെ ക്രിസ്തുവിനെ, ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ഗൗരവമായി എടുത്താൽ നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് മാറും. നമ്മൾ ഒരിക്കലും ദുശ്ചിന്ത നിറഞ്ഞ ഹൃദയത്തിന് അടിമപ്പെടുകയില്ല, അഹങ്കാരം നിറഞ്ഞ ഹൃദയത്തിന് അടിമപ്പെടുകയില്ല, തന്നിഷ്ടം കാണിക്കുന്ന ഹൃദയത്തിന് നമ്മൾ അടിമപ്പെടുകയില്ല, ലൗകിക ഹൃദയത്തിന് നമ്മൾ അടിമപ്പെടുകയില്ല, വിദ്വേഷമുള്ള ഒരു ഹൃദയമായി നമ്മുടെ ജീവിതം മാറുകയില്ല, കഠിന ഹൃദയമുള്ള ഒരു ജീവിതമായിട്ട് നമ്മൾ മാറുകയില്ല. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. എഫേസുസാർക്ക് എഴുതിയ ലേഖനം 3-17, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവായി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ, മറ്റുള്ളവർക്കൊരു സ്നേഹത്തിൻ്റെ ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങളെ ഈ തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയായിരുന്നുവല്ലോ. കർത്താവെ, ക്രിസ്തുവിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത് നിർമ്മലമായ ഒരു ഹൃദയത്തോടെ ജീവിക്കുവാൻ ഈ ഭൂമിയിലെ ജീവിതം അതുവഴി ഞങ്ങൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകുവാൻ
ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധയമ്മേ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ഹൃദയം ഞങ്ങളിൽ രൂപപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി നിത്യം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.